നമ്മുടെ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് രംഗം നോക്കിയാൽ അത് എത്രയോ വർഷങ്ങളായിട്ട് സംഘർഷഭരിതവും പല ഘട്ടങ്ങളായിട്ട് നടന്നാൽ പോലും ഈ സംഘർഷങ്ങൾ കൊണ്ട് വീണ്ടും റീപോളിങ്ങും അതുപോലുള്ള കാര്യങ്ങളും വേണ്ടി വരുന്ന സംഘർഷഭരിതമായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ ഇക്കുറി 2 ഘട്ടങ്ങളായിട്ട് നടന്നു. ആദ്യത്തെ ഘട്ടത്തിൽ ഒരൊറ്റ റീപോൾ പോലും വേണ്ടുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ അത് വേണമെന്ന് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആലോചിക്കുന്നുണ്ട്. ഏറ്റവും സംഘർഷഭരിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും, അതായത് തൃണമൂൽ ഗുണ്ടകളുടെ വിളയാട്ടമുള്ള സ്ഥലങ്ങളിൽ പോലും വേണ്ടത്ര CRPFനെ വിന്യസിച്ചുകൊണ്ട് അതിന് ശക്തമായ താക്കീത് നൽകാൻ ഈ പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. എന്തു തോന്നുന്നു? അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ കാര്യത്തിൽ ഇവിടുത്തെ ഒരു പെർഫോമൻസ് അവരെ ഒരു താര പദവിയിലേക്ക് ഉയർത്തുന്നുണ്ടോ? കഴിഞ്ഞ ഒരു 3 തിരഞ്ഞെടുപ്പുകൾ ഞാൻ ദൃക്സാക്ഷിയായ തിരഞ്ഞെടുപ്പുകളാണ്. പഞ്ചായത്ത്, തദ്ദേശ ഭരണം. ഞാൻ അവിടെ ലോക് ഭവനിലെ മാധ്യമ വിഭാഗത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ആദ്യം സന്ദർശിച്ചത് ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെ ആ ടീമിൻ്റെ കൂടെ നമുക്ക് ഗവർണറുടെ ടീമിൻ്റെ കൂടെ പോകാനുള്ള അവസരം ഉണ്ടായി. അത് കഴിഞ്ഞ് ലോക്സഭ ഇലക്ഷൻ നടന്നു, ഇപ്പോഴത്തെ ഇലക്ഷൻ. ഈ 3 സ്ഥലങ്ങളിൽ 3 തിരഞ്ഞെടുപ്പുകളിലും എനിക്ക് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഒരു ഇലക്ട്രൽ റിഫോം, ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു വലിയൊരു പരിഷ്കരണം ബംഗാളിൽ നടന്നു. അതാണ് ഇപ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ടിനേക്കാൾ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഡെവലപ്മെൻറ്റ് ബംഗാളിൽ. മറ്റേതവിടെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജംഗിൾ രാജായിരുന്നു. അവിടെ ആര് ജയിക്കണം, ആരെ ജയിപ്പിക്കണം എന്നവർ തീരുമാനിക്കും, അവർ ജയിപ്പിക്കും. അതിനുള്ള എന്ത് വഴിയാണോ വേണ്ടത് അതെല്ലാം അവർ ചെയ്യും. അക്രമം, കൊലപാതകം, നമ്മുടെ ഇവിടത്തെയൊക്കെ പഴയ പാർട്ടി ഗ്രാമങ്ങളുടെ ചരിത്രം ചെയ്യുന്നത്. ഞാൻ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജനപ്രതിനിധികൾ, നഗരസഭാ അധ്യക്ഷന്മാർ, അങ്ങനെയുള്ള ആളുകളെ ഒരു എക്സ്ചേഞ്ച് പഠനത്തിന് വേണ്ടിയിട്ട് ബംഗാളിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടായ ഒരു അനുഭവം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഹൂബ്ലി സ്ഥലത്താണ്. ഇപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലാണ്, അവിടുത്തെ യൂണിയൻ പഞ്ചായത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ പഞ്ചായത്തിൽ ഞങ്ങൾ പോകുമ്പോൾ നേരത്തെ അവരൊരു നോട്ട് തരും, ആ പഞ്ചായത്തിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ഘടന, ഇതെല്ലാം തരും. നോക്കുമ്പോൾ ഒരു ദളിത് സ്ത്രീ മണ്ഡലമാണ് ഈ ഇത് വന്നതിന് ശേഷം വരുന്നത്. നമ്മുടെ റിസർവേഷനൊക്കെ വന്നതിന് ശേഷം, പഞ്ചായത്ത് രാജ് ആക്ട് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്, ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്, ഒരു മാതൃകാ പഞ്ചായത്ത് എന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ടീം ചെന്നു. ടീം അവിടെ പോയി. അവിടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് നോക്കുമ്പോൾ അധ്യക്ഷൻ്റെ കസേരയിലിരിക്കുന്നത് ഒരു പുരുഷനാണ്. തോളിൽ സഞ്ചിയൊക്കെ ഇട്ട് നമ്മുടെ ഈ ഭദ്രലോക് ടിപ്പിക്കൽ ഒരു ആളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. സാധാരണ നിലയിലൊരു നല്ല ഇംഗ്ലീഷിൽ ഞങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പം അവർ ട്രാൻസ്ലേഷൻ ഒരാളെ വെച്ചിരുന്നു, ഒരു പക്ഷേ ബംഗാളി അറിഞ്ഞുകൂടാത്തവരാണോ ആണെങ്കിലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചു. ഞാനത് മലയാളത്തിൽ ഇവർക്ക് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ആളുകൾ ചോദിച്ചു, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടിനകത്തൊരു ദളിത് സ്ത്രീയാണ് ഇവിടുത്തെ പ്രസിഡൻ്റ് ആണല്ലോ പറഞ്ഞപ്പോൾ, അങ്ങ് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഇൻചാർജാണ്. എന്താ ഇൻചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പാർട്ടിയിൽ നിന്ന് തന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാനാണ് ഇവിടുത്തെ ഇതിൻ്റെ ബ്ലോക്കിൻ്റെ ചാർജ്. അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു സ്കൂളിൽ അധ്യാപകനാണ്. അദ്ദേഹത്തിന് ഈ ഫ്രാക്ഷൻ നമ്മൾ പറയുന്നല്ലോ അത് കൊടുക്കുകയാണ്. അപ്പം പിന്നെ ഇവിടുത്തെ പ്രസിഡൻ്റ് അവിടെ പോയി നോക്കിയപ്പം 2ാമത്തെ റോയിൽ 2-3 സ്ത്രീകളിരിക്കുന്ന കൂട്ടത്തിൽ അവർ എണീറ്റ് കൈകൂപ്പുന്നു. ഈ പ്രസിഡൻറ്റ്, ഇവിടുത്തെ ബ്ലോക്ക് പ്രസിഡൻറ്റ്. അപ്പോൾ സെക്രട്ടറി ആരാന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ബംഗാൾ സിവിൽ സർവീസിലെ ഒരു ജൂനിയർ ഓഫീസറാണ്, ഒരു ലേഡിയാണ് അതിൻ്റെ സെക്രട്ടറി. അവർ 3ാമത്തെ റോയിൽ, അതിൻ്റെയും പുറകിൽ ഈ മെമ്പർമാരിരിക്കുന്ന 3ാമത്തെ റോയിലാണ് ഈ സെക്രട്ടറി ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് പാർട്ടി നോമിനിയാണ്. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഇവിടെ പ്രതിപക്ഷം അംഗങ്ങളില്ലേ? അതുകൊണ്ട് 3 പേര് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെവിടെയാണെന്ന് ചോദിച്ചു. ബാക്കി എല്ലാ മെമ്പർമാരും അവിടെ ഇരിക്കും. അവരെ ഞങ്ങൾ ഇതിനകത്ത് കയറ്റിയില്ല, അവരിതിനകത്ത് വരത്തില്ല. നല്ല ജനാധിപത്യം. അവർക്ക് ഒരു സിറ്റിംഗ് അലവൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇവിടുന്ന് ഒരു പ്യൂണിനെ ഒരു ബുക്കും കൊടുത്ത് പൈസയും കൊടുത്ത് 50 രൂപ കണ്ടാണ് നമുക്ക് സിറ്റിംഗ് ഫീസ്. അതവിടെ വീട്ടിൽ അത് അവർ മേടിച്ചിട്ട് അവിടെ ഇരുന്നോളൂ. ഇങ്ങോട്ട് കയറി വന്നാൽ കയറി വന്നാൽ കയ്യും കാലും തല്ലി ഓടിക്കും എന്ന് പറഞ്ഞു. വളരെ ഫ്രാങ്കായിട്ട് തന്നെ, വളരെ ഇതായിട്ട് തന്നെ ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ നല്ല അധികാര വികേന്ദ്രീകരണമാണ് അവിടെ ഉള്ളത്. അന്ന് പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ 2000-ലെ കാലത്ത് തന്നെ പറഞ്ഞത്. തൃണമൂൽ വരുന്നതിന് മുമ്പുള്ള ഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്നൊരു കാര്യം, ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കാൻ പോലും ആളില്ലായിരുന്നു.
ഒരു 30-40% മണ്ഡലങ്ങളിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥിതിയായിരുന്നു. കാരണം വെച്ചാൽ അവർ അങ്ങനെ പോകുന്നവരുടെ സ്ത്രീകളെ ഉപദ്രവിക്കുക, വീട് തീയിടുക, ആ കുട്ടികളെ ഉപദ്രവിക്കുക, തട്ടിക്കൊണ്ടുപോവുക, ഇങ്ങനത്തെ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ജംഗിൾ രാജായിരുന്നു ആ കാലത്ത് ജനാധിപത്യത്തിൻ്റെ പേരിൽ അവിടെ നടന്നിരുന്നത്. അത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി നമ്മുടെ CV ആനന്ദ ബോസ് ഗവർണറായിട്ട് അവിടെ ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹം ഇങ്ങനെയുള്ള 24 hour അവിടെ ഹെൽപ്പ് ലൈൻ തുടങ്ങി. അതിന് മുമ്പ് തന്നെ ധൻഖർജി ഇരുന്ന സമയത്ത് തന്നെ തുടങ്ങി വെച്ചിരുന്നു, അതിനുള്ള സാഹചര്യങ്ങൾ തുടങ്ങി. പക്ഷേ ഇലക്ഷൻ വന്നത് ഇദ്ദേഹം വന്ന് ചാർജ് എടുത്ത സമയത്താണ്. അപ്പോൾ അവിടെ ആ സംവിധാനം ഏർപ്പെടുത്തി. പിന്നെ ഇങ്ങനെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയാസ് കണ്ടെത്തി ആ സ്ഥലങ്ങളിൽ കേന്ദ്രസേനയുടെ അകമ്പടിയോടുകൂടി ആ സ്ഥലങ്ങൾ സന്ദർശിക്കുക, ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യുക, പോലീസ് ഏറ്റവും ടോപ്പിൽ DGP-യുമായിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ അവരെ കൊണ്ട് എൻഷുർ ചെയ്യുക. അപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി കേസെടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത് തിരിച്ച്. അങ്ങനെ പറഞ്ഞിട്ട് അവിടെ അല്ല, നിങ്ങൾ നോക്കണം എന്നല്ല പറയുന്നത്. അപ്പം അങ്ങനെ അക്കൗണ്ടബിളാക്കി മാറ്റി. അതോടുകൂടി അവിടെ ആ ഒരു ചേഞ്ച് വന്നു. അത് കഴിഞ്ഞ് ലോക്സഭാ ഇലക്ഷനിൽ ഇതുപോലെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തിയുണ്ടായി. പക്ഷേ ഇക്കൊല്ലം അത് കേന്ദ്രസേനയുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ശക്തമായ നിലപാട് SIR, കേന്ദ്രസേനയുടെ വിന്യാസം, ഇലക്ഷൻ കമ്മീഷൻ്റെ നേരിട്ടുള്ള നിരീക്ഷണം. ഇപ്പോൾ വന്നിരിക്കുന്ന നിരീക്ഷകന്മാരെല്ലാം തന്നെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കർശനമായിട്ട് IAS IPS അപ്പം നേരത്തേക്ക് IAS മാത്രമാണ്, ഇപ്പോൾ IPS. അതിലൊരാളാണ് ഈ UP-യിൽ. ഇപ്പം UP നിന്ന് വന്നിട്ടുള്ള ഒരാൾ അവിടെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് മമതയും അഭിഷേക് ബാനർജിയൊക്കെ അവിടെ പ്രസംഗം നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അഭിഷേക് ബാനർജി ഒരു ഘട്ടം കടന്ന് ഭീഷണിപ്പെടുത്തുകയുണ്ടായി. നിങ്ങൾ ഇനി ഇവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് പോയാലും നിങ്ങൾക്കെതിരെ ഇവിടെ FIR ഇട്ട് നിങ്ങളിവിടെ ഞങ്ങൾ വരുത്തും, നിങ്ങളെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും, നിങ്ങളെ ഞങ്ങൾ ഒരു കാരണവശാലും വിടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പരസ്യമായിട്ട്. ഇന്നലെ പല ചാനലുകളിലും അത് ആവശ്യപ്പെട്ടു, ഇങ്ങർക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഈ കേന്ദ്രസേന അംഗങ്ങളെ ഭീഷണിപ്പെടുത്തുക, ഇതിന് അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞു. വോട്ടർമാരെയും ഭീഷണിപ്പെടുത്തി. നിങ്ങൾ ഇതിന് കൂട്ടുനിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ മെയ് 4-ാം തീയതി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്ന സാധ്യതയുണ്ടായി. ടോപ്പ് ലെവൽ അതായിരുന്നു അവിടുത്തെ ഒരു ഇലക്ട്രൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും അതിൻ്റെ ചെറിയ അംശങ്ങൾ ബാക്കി നിൽപ്പുണ്ട്, പക്ഷേ അതവിടെ വില പോകില്ല എന്നുള്ളത് ഇപ്പോൾ കേന്ദ്രസേനയുടെ ഇടപെടലും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലും ഇലക്ഷൻ കമ്മീഷൻ്റെ ഇടപെടലും കൊണ്ട് വളരെ ബോധ്യമായി കഴിഞ്ഞു. അതാണ് ആ വന്നിട്ടുള്ളൊരു കാര്യം. പിന്നെ ഒന്ന് 8 ഘട്ടങ്ങളായിട്ട് വരെയാണ് അവിടെ പലപ്പോഴും ഇലക്ഷൻ നടന്നത്. അത് ഈ കാരണങ്ങൾ കൊണ്ടാണ്, ഈ സുരക്ഷാ സംവിധാനങ്ങളും ഈ പ്രശ്നങ്ങളും കൊണ്ടാണ്. കാരണം ബൂത്ത് പിടിക്കൽ, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2 ഘട്ടമായിട്ട് നടന്നത്. 2011 6 ഘട്ടമായിട്ടാണ് ഇലക്ഷൻ നടന്നത്. ആ സമയത്ത് ഔദ്യോഗിക രേഖ പ്രകാരം തന്നെ 40 മരണങ്ങൾ, 2200 സംഘർഷങ്ങൾ, ഇഞ്ചുറി നടന്നത്. അത് കഴിഞ്ഞ് 2013 5 ഘട്ടങ്ങൾ, 35 മരണം. 2014 5 ഘട്ടം, 20 മരണം, കൊലപാതകങ്ങൾ. ഇതെല്ലാം ഗവൺമെൻറ് റിപ്പോർട്ട് അനുസരിച്ചാണ്, അല്ലാതെ അനൗദ്യോഗികമായിട്ട് മീഡിയ പറയുന്നത് ഇതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ നടന്നിട്ടുണ്ട്, അറിയാതെ പോയിട്ടുണ്ടെന്നാണ്. 2016 7 ഘട്ടങ്ങളായിട്ട് നടന്നു. അത് അസംബ്ലിയാണ്. 2014 ലോക്സഭയാണ്. അത് 15 മരണം റിപ്പോർട്ട് ചെയ്ത്. 2018 സിംഗിൾ സ്റ്റേജ് ആയിട്ട് പഞ്ചായത്ത് നടന്നു, പഞ്ചായത്തിൽ മാത്രം. അത് 55 മരണം അന്ന് റിപ്പോർട്ട് ചെയ്ത്. 2019 ലോക്സഭയിൽ 7 ഘട്ടങ്ങൾ, അതിനകത്ത് മരണം 25. 2021 അസംബ്ലിയിൽ 8 ഘട്ടങ്ങളായിട്ടാണ് നടന്നത്, 60 മരണങ്ങളുണ്ടായി. 2023 പഞ്ചായത്തൊക്കെ അവിടെ മിക്കവാറും സിംഗിൾ സ്റ്റേജ് ആയിട്ടാണ് നടക്കുന്നത്. അതിൽ 60 പേരാണ് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2024 7 ഘട്ടങ്ങളായിട്ടാണ് നടന്നത്, 10 മരണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ബോംബ് സ്ഫോടനങ്ങൾ, ബൂത്ത് പിടിച്ചെടുക്കൽ, പാർട്ടി ഓഫീസുകൾക്കും വീടുകൾക്കും തീയിടൽ, ശാരീരിക മർദ്ദനങ്ങൾ, പിന്നെ നാശനഷ്ടങ്ങൾ, ആയിരക്കണക്കിന് വീടുകൾ, വാഹനങ്ങൾ കത്തിക്കുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് 2 ഘട്ടങ്ങളിലേക്ക് സുരക്ഷിതമായിട്ട് ഒരു മരണം പോലും ഉണ്ടാകാതെ, ഒരു കൊലപാതകം പോലും ഉണ്ടാകാതെ കുറച്ച് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പോലെ തീയിടൽ, കൊന്നു കെട്ടിത്തൂക്കൽ, ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും ഇത്തവണ അവിടെ നടന്നില്ല.
ഓക്കെ. മാത്രമല്ല 2021 തെരഞ്ഞെടുപ്പിന് ശേഷം 30,000-ഓളം ആളുകളാണ് നാട് വിട്ടുപോയത്, പലായനം ചെയ്ത് മറ്റ് ജില്ലകളിലേക്ക്, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പേടിച്ചിട്ട് പോയിട്ട്. സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾ അടക്കം അടുത്ത ഗ്രാമങ്ങളിലേക്ക് പോയതുപോലെ അങ്ങനെ മുർഷിദാബാദിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഈ കലാപം പേടിച്ചിട്ട്, കാരണം മറ്റു എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീടുകൾ അവർ പൂർണ്ണമായിട്ടും പെട്രോൾ ഒഴിച്ച് കത്തിക്കുക എന്നുള്ളത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ആളുണ്ടെങ്കിൽ ആളോടുകൂടി പോകും. അങ്ങനെ അകത്ത് ആളെ ഇട്ട് കൊന്ന കേസുകളുണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കണ്ണൂർ ഗ്രാമങ്ങളെക്കാളും കേവലമാണല്ലോ. 30,000 ആളുകളാണ്. അത് ഗവൺമെൻറ് റിപ്പോർട്ടാണ്. ഇത് ഞാൻ പറയുന്ന എല്ലാ ഒഫീഷ്യൽ റിപ്പോർട്ടിൽ നിന്നാണ് ഞാൻ പറയുന്നത്. 30,000-ഓളം പേരാണ് പോയിട്ടുള്ളത്. ഇത് ഔദ്യോഗികമാണ്. പിന്നെ ഇതിൽ വരുന്നത് ഇതിൻ്റെ എത്രയോ ഇരട്ടി ആണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ 52 കൊലപാതക കേസുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ CBI നടത്തുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് ഈ ഒരു ഘട്ടത്തിൽ നിന്ന് ഒരു 2 ഘട്ടങ്ങളിൽ ഒരു കൊലപാതകം പോലും ഇല്ലാതെ വളരെ കുറഞ്ഞ സംഘർഷങ്ങൾ, അത് മാനേജബിൾ ആയിട്ടുള്ള രീതിയിൽ തൃണമൂൽ കോൺഗ്രസ് ഭരണകക്ഷി ഉണ്ടാക്കിയ സംഘർഷങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വലിയ നേട്ടമായിട്ട് കാണുന്നത്. അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും കോൺഗ്രസിൻ്റെയും ഒരു സംയമനം, അവർ ഈ പറഞ്ഞതുപോലെ പരാജയപ്പെട്ടുവെങ്കിലും ഈ ഇത്തരം കാര്യങ്ങളിൽ ചെന്നുപെടാതെ അവർ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണയും അങ്ങനെ വലിയൊരു പ്രതിരോധം അല്ലെങ്കിൽ പ്രക്ഷോഭം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. BJP സർക്കാരിനെ കുറിച്ച് വർഗീയത പറയുന്നു, ഭൂരിപക്ഷ പ്രീണനം, ഇങ്ങനെയുള്ള ആരോപണങ്ങൾ, വർഗീയതയൊക്കെ പറയുന്നുവെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ അവർ സഹകരിക്കുന്നുണ്ട്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും കുറച്ച് ആളുകളെ ഉണ്ടെങ്കിൽ പോലും. അതുകൊണ്ട് അവിടെ ഒരു തിരഞ്ഞെടുപ്പ് മേഖലയിലെ ഒരു ശുദ്ധീകരണം, ഒരു പരിഷ്കരണം അവിടെ സാധ്യമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു, ചുരുക്കി പറഞ്ഞാൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഇൻ എ വർസ്റ്റ് സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ, അതിലേക്ക് വന്നു. ഇനിയിപ്പോൾ അടുത്ത ഒരു 1-2 തെരഞ്ഞെടുപ്പ് കൂടെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു വളരെ വളരെ ഫെയർ ആയിട്ടുള്ള, കാരണം ഈ ഒരു കൾച്ചർ മാറ്റിയെടുക്കാൻ സാധിച്ചു. അതായിരിക്കും പുതിയ ഗവൺമെന്റിന്റെ മുമ്പിലുള്ള വലിയ വെല്ലുവിളി. ഈ കൾച്ചർ മാറ്റിയെടുക്കുക, ലോ ആൻഡ് ഓർഡർ, അവ്യവസ്ഥതയിൽ നിന്ന് വ്യവസ്ഥിതി സൃഷ്ടിക്കുക എന്ന വലിയൊരു വെല്ലുവിളിയാണ് ഈ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ സുവേന്ദു അധികാരിക്ക് തന്നെ നേരിടേണ്ടി വരുന്ന ഒരു വലിയ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? തുടക്കം കുറിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലത്ത്. അതിനു മുമ്പ് സിദ്ധാർത്ഥ ശങ്കർ റേയുടെ കാലത്തും ഉണ്ടായിരുന്നു ഇതേ പരിപാടി. കാരണം സാധാരണ നിലയിൽ പറയാറുണ്ടല്ലോ, നമ്മൾ ഈ വ്യവസ്ഥ എങ്ങനെയും മാറ്റിയെടുത്താൽ പിന്നെ വ്യവസ്ഥ ജനങ്ങളെ മാറ്റിക്കൊള്ളും എന്നാണ്. ജനങ്ങൾ മാറിയിട്ടല്ല വ്യവസ്ഥ മാറുന്നത്. വ്യവസ്ഥ മാറ്റിക്കഴിഞ്ഞാൽ, കാരണം ഇന്നത്തെ ഭരണ സംവിധാനം മാറ്റി ഈ കൊണ്ടുവന്ന് എന്താണ് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന് പറയുന്നത്. അതായത് പിന്നെ കുമാരനാശാൻ പറഞ്ഞതിന്റെ നേരെ എതിരാകുന്നത് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റും അവകളി നിങ്ങളെ താൻ എന്ന് പറഞ്ഞത് നേരെ വിപരീതം. ആദ്യം മാറണം, അല്ലെങ്കിൽ ചട്ടങ്ങൾ മാറേണ്ടി വരും എന്നുള്ളൊരു പാഠം കൂടി ബംഗാള് നമ്മളെ മലയാളികളെയും പഠിപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അല്ല, അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തൊരു കാര്യം ഈ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്നുള്ളതാണ്. ഏത് മാർഗത്തിലൂടെയും അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജനങ്ങളെ നന്നാക്കാം എന്നുള്ളതാണ്. അപ്പം ഈ മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ലക്ഷ്യം നല്ലതാണെങ്കിൽ മാർഗവും നല്ലതായിരിക്കണം, ശുദ്ധമായിരിക്കണം എന്നാണ്. ലക്ഷ്യവും മാർഗവും നന്നായി. അപ്പം അത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനാധിപത്യ സംവിധാനത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. മമതാ ബാനർജി ഇടുന്നത് ഖദർ സാരിയാണെങ്കിലും അവർ ഗാന്ധിജി സഞ്ചരിച്ചതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതായത് പിന്നെ അക്രമത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടൊരു കാര്യം. അതിനൊരു അറുതി വരും. അല്ല, ഇത് നമ്മുടെ ആകെക്കൂടി ഇത് ബംഗാളിൻ്റെ മാത്രം ഇഷ്യൂ അല്ല, ഇതൊരു രാജ്യത്തിൻ്റെ പ്രതിച്ഛായയുടെ പ്രശ്നമാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായിട്ട് ലോകം മുഴുവൻ ചിത്രീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മാതൃകയായിട്ട് ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാഗ് ലൈൻ അല്ലേ, നമ്മൾ എല്ലാവരും പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഈ ജനാധിപത്യ പ്രക്രിയ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ഇപ്പോൾ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കാരണം 500ഓളം നിരീക്ഷകരാണ് ഇന്ത്യയിൽ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ പോലും നിരീക്ഷകരായി എത്തി അവർ ഇത് നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഇവർ പോയി നമ്മുടെ ലോകത്തിന് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെയാണ്, ഇവിടെ ഈ അക്രമവും അഴിമതിയും കൊലപാതകവും
പിടിച്ചെടുക്കലും ഇതാണ് വെളിയിൽ കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ എങ്കിൽ ഇത് രാജ്യത്തിന്റെ തന്നെ പ്രതിച്ഛായയെ പ്രതികൂലമായി ശരിക്കും പറഞ്ഞ രാജ്യത്തിന് ഒരു നാണക്കേടാണ് മമതാ ബാനർജിയുടെ അവിടുത്തെ ഭരണവും. അപ്പൊ അത് മാറ്റിയെടുക്കുക എന്നൊരു വലിയ ദൗത്യത്തിന്റെ ഭാഗമാണ് ബംഗാളിലെ ശുദ്ധീകരണം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.